ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോട് മാക്സിമം ആയിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ തെളിവെടുപ്പിനായിട്ട് സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോയല്ലോ രോഹിത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹരിനെയും കൂട്ടുകാരെയൊക്കെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പോലീസുകാർ ഓരോന്ന് വിവരിക്കുകയാണ്. അപ്പം ഒന്നാം പ്രതിയായ നമ്മുടെ ഹരിയോട് തന്നെയാണ് എല്ലാം വിവരിക്കുന്നത്. നാട്ടുകാരാണ് ഫുൾ, അവിടെ ആൾക്കാരെല്ലാം ചുറ്റിനും കൂടിയിട്ടുണ്ട്. ആ വീടിന്റെ ആ ഒരു ഗേറ്റ് അടച്ചിട്ടിട്ടാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് മതി, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിക്കലെന്ന് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് ഇവന്മാരെ തള്ളിക്കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അകത്ത് ചെന്നിട്ട് പറഞ്ഞു, എങ്ങനെയാടാ അവളെ നീ ഈ റൂമിനകത്തേക്ക് കയറ്റിയത്? എവിടെ വെച്ചായിരുന്നടാ സംഭവം? എല്ലാം ഒന്നും ഒരു ഇതുപോലും വിടാതെ, ഒരു ഫുൾ സ്റ്റോപ്പ് പോലും വിടാതെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഹരി ഇങ്ങനെ ആദ്യം പറയാൻ മടിക്കുക. അപ്പൊ പറയാൻ മടിച്ചപ്പോഴത്തേക്കും, എടാ നിനക്ക് എന്താണ് പറയാൻ ഇത്ര മടി? നിനക്ക് ചെയ്യാൻ ഒരു മടിയില്ലായിരുന്നല്ലോ. നിന്നെ വിശ്വസിച്ചിട്ടല്ലേടാ നിന്റെ കാമുകി നിന്റെ കൂടെ വന്നത്. നിന്നെ വിശ്വസിച്ചിട്ടല്ലേ അവള് നിന്റെ കൂടെ അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ വന്നത്. എന്നിട്ട് നീ കാണിച്ച ചെറ്റത്തരം ഉണ്ടല്ലോ, അത് ആരും പൊറുക്കുന്നതല്ല. നാട്ടുകാരൊക്കെ അവിടെ കൂടി നിൽപ്പുണ്ടാ. അവർക്ക് നിന്നെ ഇട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെല്ലാം കല്ലെറിഞ്ഞു കൊല്ലുള്ളൂ. നിന്നെ മാത്രല്ല, നിന്റെ കൂടെ കൂട്ടുനിന്ന ഈ 3 അവന്മാരെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞിട്ട് നമ്മുടെ പോലീസ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവള് ഈ റൂമിനകത്തേക്ക് കയറി വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹരി പറഞ്ഞു, അത് പിന്നെ ഞാൻ അവക്ക് ജ്യൂസിനകത്ത് ജ്യൂസിനകത്തല്ല വെള്ളത്തിനകത്ത് മയക്കുമരുന്ന് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതവള് കുടിച്ച ഉടനെ തന്നെ മയങ്ങി അവളെന്റെ തോളത്തേക്ക് വീണായിരുന്നു. അപ്പം അവളെ കിടത്താൻ വേണ്ടി ഞാൻ ആ റൂമിലേക്കാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. എന്നാ വരാൻ പറഞ്ഞു. ആ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ബാക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ ബാക്കി ഓരോന്നോട്ട് ഇങ്ങനെ വിശദീകരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രോഹിത് എന്ത് ചെയ്തു? രോഹിത്തും ഈ കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണമല്ലോ. കാരണം നമുക്കറിയാം രോഹിത് ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള സത്യം നമുക്കറിയാം. കാരണം രോഹിത് ഇല്ലായിരുന്നു. രോഹിത് ആ റൂമിനകത്ത് കയറിയിട്ടേ ഇല്ല. അവിടെ ബലാത്സംഗം ചെയ്ത ആ ഒരു സംഭവ സ്ഥലത്തേക്ക് രോഹിത് കയറിയിട്ടേ ഇല്ല. അപ്പം ഇവന്മാരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയണമല്ലോ. തെളിവെടുപ്പ് നടത്തുമ്പോൾ എല്ലാം നടന്ന സംഭവം ഒരു പോയിന്റ് പോലും വിടാതെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹരി കള്ളക്കഥ ചമഞ്ഞുണ്ടാക്കുക. അതിന്റെ ഇടയ്ക്ക് ഇവന്മാര് 3 പേരും അപ്പോഴത്തേക്കും ഈ റൂമിനകത്തേക്ക് കയറി വന്നെന്ന്. അപ്പൊ തന്നെ രോഹിത് പറഞ്ഞു, ഇല്ല സാറേ, ഞാൻ ഈ റൂമിനകത്തേക്ക് കയറിയിട്ടില്ല സാറേ. നീ ഈ റൂമിനകത്തേക്ക് കയറിയിട്ടില്ലെന്നോ? എന്നിട്ട് പിന്നെ നീ വേറെ ഏത് റൂമിനകത്താണ് കയറിയത്? അപ്പോഴത്തേക്ക് ഹരി പറഞ്ഞു, ഇല്ല, ഇവനും ഈ റൂമിനകത്ത് ഉണ്ടായിരുന്നു. ഇവര് 3 പേരും കൂടി ചേർന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ആദ്യം അവളെ ബലാത്കാരമായിട്ട് ഞാൻ പിടിച്ച് ഇവിടെ കിടത്താനൊക്കെ ഞാൻ തന്നെയാണ് ശ്രമിച്ചതെങ്കിലും ഇവന്മാര് 3 പേരും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇവനും ഉണ്ടായിരുന്നു, രോഹിത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തറച്ചു പറയാ. ഏതായാലും രോഹിത്തിന് അറിയാം, മറ്റേ 2 അവന്മാർക്ക് അറിയാം കൂടെ ഇല്ലായിരുന്നു രോഹിത്ത് എന്നപ്പോ രോഹിത്ത് പറഞ്ഞു, എന്താ ഹരി ഇത്? നീ ചെയ്ത തെറ്റും കൂടെ എന്തിനാ എന്റെ തലയിൽ കെട്ടിവെക്കുന്നത്? ഇല്ല സാറേ, ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഇവിടെ വന്ന് ഇതിനെല്ലാം കൂട്ടുനിന്ന ഒരു തെറ്റല്ലാതെ ഒരിക്കലും ഞാൻ ആ പെങ്കൊച്ചിന്റെ ശരീരത്തിൽ ഞാൻ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. ഞാൻ അതിന്റെ ഒരു പരിസരത്ത് പോലും ചെന്നിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ കുറെ മദ്യം ഞാൻ കഴിച്ചിരുന്നു, ശരിയാണ്. മദ്യപിച്ചിട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല സാറേ, അതിന് ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്കതിന് കഴിയില്ല സാറേ എന്ന് പറയുമ്പോഴത്തേക്ക്, ഓ നീ എന്താ വലിയ പുണ്യാളനാകാൻ ശ്രമിക്കുവാണോടാ ഇത്രയും ഒക്കെ കഴിഞ്ഞിട്ട്? ഇനി നീ ആയിട്ട് രക്ഷപ്പെടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇപ്പൊ ചെയ്താലും ചെയ്തില്ലെങ്കിലും നീ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലടാ. നീയൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള 2ാം പ്രതിയാണെന്ന് നീ മറക്കരുത്. 1ാം പ്രതി ഹരിയും 2ാം പ്രതി രോഹിത്, ബാലചന്ദ്ര മേനോന്റെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലചന്ദ്രൻ മേനോന്റെ മൂത്ത മകൻ 2ാം പ്രതിയാണെന്നുള്ള കാര്യം നീ മറക്കരുത്. നിങ്ങൾ കൂടെ ഉരുണ്ടൊന്നും കളിക്കണ്ടടാ. ബാക്കി സംഭവം പറ. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്നിട്ട് അവളുടെ ഫോട്ടോ എടുത്തല്ലേ? എങ്ങനെയാടാ ഫോട്ടോ എടുത്തത്? ഏത് ഫോണിലാടാ ഫോട്ടോ എടുത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാരിങ്ങനെ പറയാ, ഇങ്ങനെ ഫോണിൽ ഫോട്ടോ എടുത്തും അവളെ ഞാൻ ഒരുപാട് പ്രാവശ്യം അവളെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലായിരുന്നു. അവള് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറയുമ്പോ, നാണമില്ലടാ നിനക്ക് ന്യായീകരിക്കാൻ? ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നിന്നെയൊക്കെ ഉണ്ടല്ലോ നാട്ടുകാരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുക ചെയ്യേണ്ടത്. ഒരു പെങ്കൊച്ചിനെ 4 പേരും കൂടി ചേർന്ന് പിച്ചി ചീന്തി അവളുടെ ജീവിതം നശിപ്പിച്ച് ഇട്ടിട്ട് ഇപ്പൊ ന്യായീകരിക്കുന്നോ? ചെയ്യില്ലായിരുന്നു പോലും. എന്ത് ചെയ്യില്ലായിരുന്നു? നീയൊക്കെ എന്തൊക്കെ തെമ്മാടിത്തരം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റൂടാ. നിർത്തിക്കോ. ഇനി ഒരിക്കലും നീ ഒന്നും പുറലോകം കാണാൻ പോകുന്നില്ല. പഴുതുകളെല്ലാം അടച്ചതിന് ശേഷം മാത്രമേ
നിങ്ങളെയൊക്കെ ഞങ്ങൾ കോടതിയിലേക്ക് കൊണ്ട് കയറ്റത്തുള്ളൂ. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അങ്ങ് കൊമ്പത്ത് പിടിബലം ഉണ്ടെങ്കിലും പൈസ വാരി എറിയാങ്കിലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല മക്കളെ. കേസ് മുറുകിയിരിക്കുകയാണ്. ഒരിക്കലും ഈ കേസിൽ നിന്ന് നിനക്കൊന്നും രക്ഷപ്പെടാം ഈ ജന്മം സാധിക്കില്ലടാ. നീ ഒന്നും രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പെൺപിള്ളാരുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ ഉള്ളൂ. ഒരിക്കലും സാധിക്കില്ല, നിങ്ങളെ ഒന്നും രക്ഷപ്പെടുത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്തോ വള പൊട്ടി എന്തൊക്കെയോ ചെറിയൊരു സംഭവങ്ങൾ തെളിവിന്റെ ആ ഒരു ഇതൊക്കെ കിട്ടിയായിരുന്നു. അപ്പം അതൊക്കെ അവിടെ നിന്ന് പോലീസുകാരെ കയ്യിലൊരു ഉറയൊക്കെ ഇട്ടിട്ട് അതെടുത്ത് ഒരു ചെറിയൊരു കവറിനകത്തൊക്കെ ആക്കിയിട്ട് വീണ്ടും ഇവന്മാരെ തിരിച്ച് പോലീസ് വണ്ടിക്കകത്തേക്ക് കയറ്റുകയാണ്. ഇതിനിടയിൽ നാട്ടുകാരിൽ ഒരാൾ മതില് ചാടി വരികയാണ് കേട്ടോ. ഇറക്കി വിടു സാറേ അവന്മാരെ, ഞങ്ങൾ അവന്മാർക്കിട്ട് കൊടുത്തോളാം. ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നാണമില്ല അവന്മാരെ സംരക്ഷിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കയറി വന്നുണ്ടോ. ഇങ്ങനെ വരുമല്ലോ ആൾക്കാര്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് 2 പോലീസുകാര് പിടിച്ചിട്ട് എന്ത് ചെയ്തു, പോലീസ് വണ്ടി കയറ്റിയിട്ട് പറഞ്ഞു നിയമം കയ്യിലെടുക്കാൻ ജനങ്ങൾക്ക് ഏതായാലും ഇപ്പം പറ്റത്തില്ല. നിയമം കയ്യിലെടുക്കാനായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് കൂടുതൽ ഒന്നും വേണ്ട, കൂടുതൽ നിങ്ങൾ നാട്ടുകാരെ ഇടപെടുകയൊന്നും വേണ്ട. അവർക്ക് കൊടുക്കാനുള്ള ശിക്ഷ കോടതി തന്നെ നേടിക്കൊടുത്തോളും. അത് ഞങ്ങളുടെയും കൂടെ ഒരു ഇതാണ്, അത് ഞങ്ങൾ മേടിച്ചു കൊടുത്തോളൂ. നീ കൂടുതൽ വലിയ ആള് കളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടുകാരിൽ ഒരാൾ കയറി വന്നവനെ പിടിച്ച് പോലീസ് വണ്ടിയിലാക്കി. എന്നിട്ടും നാട്ടുകാർ അവിടെ നിന്ന് കല്ലെറിയുന്നു, അങ്ങനെ കൂക്കു വിളിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ അവർക്കും ഉണ്ടല്ലോ ഇങ്ങനെ രോക്ഷമായിട്ട് അവരിങ്ങനെ അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതും ഭയങ്കരം തന്നെയാണ്. അപ്പൊ അവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് കൂവി വിളിച്ച് ഇറക്കി വിട, അവന്മാരെ 2 പേരെ ഇറക്കി വിട. പണത്തിന്റെ ബലത്തിൽ ഇവന്മാര് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് പുറത്തു വരും, സമ്മതിക്കത്തില്ല. പണത്തിന്റെ ബലത്തിൽ മൂടിപ്പോകാനുള്ളതല്ല ഒരു പെങ്കൊച്ചിന്റെ ജീവിതവും ജീവനും ഒന്നും സമ്മതിക്കില്ല എന്നൊക്കെ നാട്ടുകാർ ഇങ്ങനെ അലമുറയിട്ട് പറയാണ്. ഏതായാലും ഒരു തരത്തിലാണ് ഇവന്മാരെ പോലീസ് വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷിച്ചുകൊണ്ട് പോലീസുകാര് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ, ഒരു മുറിവ് വീണ് കഴിഞ്ഞാൽ അത് പോലീസുകാരെയും ബാധിക്കുന്ന കാര്യമാണ്. അവരുടെ ഒരു സുരക്ഷിതത്വത്തോടു കൂടിയാണല്ലോ പ്രതികളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് ഈ പറയുന്ന പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർ അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ ഈ പ്രതികളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഒരു സീൻ കാണിക്കുന്നത്. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ശിവന് മനസ്സിലായി നിക്കക്കള്ളിയില്ല, എങ്ങനെയെങ്കിലും ഹരിനെയും രോഹിത്തിനെയും പുറത്തിറക്കിയേ പറ്റത്തുള്ളൂ. മനു ആണെങ്കിൽ ഒന്നിനും അങ്ങോട്ട് മുൻകൈ എടുക്കുന്നുമില്ല. മനു എങ്ങനെ മുൻകൈ എടുക്കും? നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കുന്ന ആരെങ്കിലും ഈ വൃത്തികെട്ട ഹരിയെ മുൻകൈ എടുക്കാൻ വേണ്ടി നിൽക്കുമോ? പുറത്തിറക്കാൻ വേണ്ടി നിൽക്കത്തില്ല ഒരിക്കലും. അപ്പൊ അതുകൊണ്ട് തന്നെ മനു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റത്തില്ല, ഇവക്കെ ചീഞ്ഞ കേസിന് തല വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. എന്റെ അനിയനൊക്കെ ആയിരിക്കാം, എന്റെ അനിയനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം, പക്ഷേ അച്ഛനാണ് ഇത് ചെയ്തതെങ്കിൽ പോലും എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇത് ചെയ്യത്തില്ല. നാറ്റക്കേസ് ആ പത്രത്തിൽ എഴുതി പിടിപ്പിച്ചേക്കുന്ന ഓരോന്ന് കണ്ടോ? അതുകൊണ്ട് എന്തിനാ വെറുതെ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച് അവനെയൊക്കെ പുറത്തിറക്കിക്കൊണ്ട് വരുന്നത്? സ്വന്തം തള്ളയാണെങ്കിലും തന്തയാണെങ്കിലും കൊന്നു കളയുക ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനു പറയുന്നുണ്ട്. അപ്പൊ മനു ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കമല പറയുന്നുണ്ട്, നിങ്ങളെ മനു പറയുന്ന കേൾക്കാൻ നിൽക്കരുത്, അവന് കൂടപ്പറപ്പിനോട് ഒരു സ്നേഹവും ഇല്ല. അലീന പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പം എന്തൊക്കെയാ കാണിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഏതായാലും നമ്മുടെ കമലയ്ക്കും അതുപോലെ തന്നെ ശിവനും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഹരീനെ. സ്വന്തം മകനായതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അവർക്ക്. അത് ഇപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഉപേക്ഷിക്കുന്നവർ കാണുമായിരിക്കും, പക്ഷെ അത്രയും മനസ്സൊന്നുമില്ല ശിവനും നമ്മുടെ കമലയ്ക്കും ഒട്ടും മനസ്സില്ല. കമല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കുകയുള്ളൂ. പിന്നെ പ്രസവ വേദനയും അതുപോലെ തന്നെ വളരെ ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കി ഇങ്ങനെ വന്നുപോയി എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഞെക്കിക്കൊല്ലാനോ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ അമ്മ മനസ്സിന്. അപ്പൊ ആ ഒരു രീതിയിൽ കാണുവാണെങ്കിൽ ഒരിക്കലും കമലയെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല, പക്ഷെ കമലയെ കുറ്റം പറയാതിരിക്കാനും പറ്റത്തില്ല. വളർത്തി വഷളാക്കി ഇതുപോലെ വഷളത്തരം പഠിപ്പിച്ചത് നമ്മുടെ കമല തന്നെയാണ്. അപ്പൊ ഏതായാലും ഈ സമയത്ത് രാജീവൻ എത്തുകയാണ്. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ വരാനേ സമയമുള്ളൂ കേട്ടോ. ഓരോരോ കേസ് കെട്ട് കാരണം ജോലി ചെയ്യുന്ന സ്ഥലത്ത് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ വരികയാണ് നമ്മുടെ രാജീവൻ വരികയാണ്. ഫോണിൽ കൂടെയൊക്കെ മനുവിനോട് വിളിച്ചു പറഞ്ഞിട്ട് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. മനു ആണെങ്കിൽ പറഞ്ഞു മനുവിന് പറ്റത്തില്ല ഈ കേസുമായിട്ട് ബന്ധപ്പെടാനൊന്നും, മനുവിന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ രാജീവൻ ഇവിടെ വന്നല്ലേ പറ്റത്തുള്ളൂ, എല്ലാവരും കൂടെ ചേർന്ന് കുടുംബത്തിന്റെ മാനം രക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ രാജീവൻ വന്ന് അകത്ത് കയറി അത് നമ്മുടെ ശിവനുമായിട്ട് സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ രാജീവ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, കുടുംബത്തിന് നാണക്കേടാണ്. ഒരു കുടുംബത്തിലെ 2 പേരാണ്, ഒരാളും അല്ല 2 പേരാണ് ബലാത്സംഗ കേസിനകത്തായിരിക്കുന്നത്. നമ്മുടെ പെമ്മക്കളെ വരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവർക്കൊരു വിവാഹം, ഒരു നല്ലൊരു വിവാഹം ആലോചിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും കുടുംബം വിറ്റിട്ടാണെങ്കിലും ഇത് കേസ് കളിച്ചിട്ടാണെങ്കിലും ഒന്നും ഒരിതുമില്ല, എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിലും വേണമല്ലോ, നമുക്ക് ഇറക്കണമല്ലോ, കുടുംബത്തിന്റെ ഒരു നാണക്കേട് തന്നെയാണ് ഇത്. ഇതുവരെ
ഈ കുടുംബത്തിന് ബലാത്സംഗ വീരെന്നോ അങ്ങനെ ഒരു പേര് കേട്ട ഒരു കുടുംബമല്ല. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഏതായാലും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മുൻകൈ എടുക്കാന്ന് പറയുമ്പോഴത്തേക്കും ശിവൻ പറയുന്നുണ്ട്, ഞാൻ ആ അലീനയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അലീനയെ ഇറക്കിയത് ആ DYSP ആണ്. അപ്പൊ അലീനയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കാന്ന് വിചാരിച്ചപ്പോ മനു ആണെങ്കിൽ അമ്പിലും മില്ലിലും അടുക്കുന്നില്ല. ആ DYSPയുടെ നമ്പർ എങ്ങനെയെങ്കിലും കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു കൈ അടിച്ചുകൊണ്ട് വരികയാണ്. മനു പറഞ്ഞു, DYSPയുടെ നമ്പർ മേടിക്കാൻ വേണ്ടി നടക്കുന്നു. നാണമില്ലേ ചേട്ടനും അനിയനും? ഇതുപോലെ ഒരു വൃത്തികെട്ട കേസ് ചെന്ന് പെടാ, നിങ്ങക്ക് നാണമില്ല? ഞാൻ അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കാം. സ്വന്തം മകനൊക്കെയാണ് അന്നും പറഞ്ഞുകൊണ്ട് ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തകർത്തിട്ട് ഇപ്പം പത്രത്തിലും വന്ന് നാട്ടുകാരും അറിഞ്ഞിട്ടും നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? ഒരു പെങ്കൊച്ചിന്റെ ജീവിതമല്ലേ, ആ പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചവരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രാജീവൻ പറഞ്ഞു, മനു എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ കുടുംബത്തിൽ നടന്ന സംഭവമാണ്, നമ്മുടെ കുടുംബത്തിലെ 2 ആൺതരികളാണ്, സംഭവം തെറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ആരാടാ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ട് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാൻ അനുവദിക്കുന്നത്? ഏതെങ്കിലും അച്ഛനമ്മമാരും കുടുംബക്കാരും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണോ അത്? നീ ഇപ്പൊ പറയുന്നുണ്ടല്ലോ നാഴിക്ക് 40 വട്ടവും തെറ്റ് ചെയ്തു എന്ന്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, അവർക്കത് പറ്റിപ്പോയി. അതില് വീട്ടുകാർക്കും ഒരുപാട് ഇതുണ്ട്. വീട്ടുകാരും അതില് മനു, നീയും നിന്റെ അമ്മയും നിന്റെ അച്ഛനും ഒക്കെ ഉത്തരവാദികളാണ്. അപ്പൊ പിന്നെ നീ ഹരീനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, ഇല്ല ഹരീനെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഇതിന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദി എന്റെ അമ്മയാണല്ലോ. അമ്മയും കൂടി ചേർന്നാണല്ലോ മകനെ ഇതുപോലെ ആക്കി തീർത്തത്. എന്നിട്ട് എന്തായി? ഒരു പെങ്കൊച്ചിനെ അവിടെ കൊണ്ടുവന്നിട്ട് ആ പെങ്കൊച്ചിനെ ഇവന്മാര് കയറി പിടിക്കാൻ പോയപ്പോഴത്തേക്കും എന്തായിരുന്നു എല്ലാവരും ചെയ്തത്? എന്നിട്ട് ആ പെങ്കൊച്ച് ലാസ്റ്റ് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്തു? സ്വയം കത്രിക കൊണ്ട് കുത്തിയിറക്കിയതാന്ന് പറഞ്ഞു. അതുപോലെ ഈ കുടുംബത്തിലെ 2 പെമ്മക്കൾക്ക് ഇത് വരുമായിരുന്നെങ്കിൽ, 3 പെമ്മക്കൾക്ക് ഇത് വരുമായിരുന്നെങ്കിൽ ആരെങ്കിലും സഹിക്കുമായിരുന്നോ? അതുകൊണ്ട് നിങ്ങൾ ഏതറ്റം വരെ പോയാലും ഇവനെ ഒന്നും രക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെ മനു ഇങ്ങനെ കർശനം പറയാനുണ്ട്. അപ്പോഴത്തേക്കും ആണെങ്കിൽ കമല വന്നിട്ട് പറഞ്ഞു, ആദ്യത്തെ ഈ കുടുംബത്തിൽ നിന്ന് തൂത്തുവാരി എറിയേണ്ടത് ഇവനെയാ. ഇവര് ഈ കുടുംബത്തിലെ ആണോ അങ്ങ് നെടുമ്പുരയ്ക്കലാണോന്നേ എനിക്ക് സംശയമുണ്ട്. കാരണം നെടുമ്പുരയ്ക്കൽ കുടുംബക്കാരോട് ഇവനൊരു പ്രത്യേക സ്നേഹമുണ്ട്. അല്ല, ഇപ്പം രോഹിത്തിന്റെ കാര്യത്തിനാണെങ്കിൽ ഇവ മുൻകൈ എടുത്ത് നിന്നേനെ. ഹരീനെ അല്ലെങ്കിൽ ഇവന് പണ്ട് മുതലേ കണ്ടുകൂടാ. ഹരീനെ പണ്ട് മുതലേ തന്നെ ഓരോന്ന് പറഞ്ഞു ഇവൻ വീർപ്പിച്ചിട്ടിരിക്കുക. എടാ നിന്റെയും കൂടെ രക്തമല്ലേടാ അവൻ, നിങ്ങൾ രണ്ടും ഒരു രക്തമല്ലേടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, രക്തമാണെങ്കിലും സ്വഭാവം രണ്ടും 2 തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനു ഇങ്ങനെ പറയണം. അപ്പൊ മനുവിന് ഇതുമായിട്ട് ബന്ധപ്പെടാനോ ഇതുമായിട്ട് സഹകരിക്കാനോ ഒന്നും ഒരു താല്പര്യം ഇല്ല കേട്ടോ. മനു അങ്ങ് മാറി നിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണമോളെ അലീനയും കാണിക്കുന്നുണ്ട്. അപ്പൊ അലീന വീട്ടിലെത്തിട്ടോ. അപ്പൊ അലീന വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ വിവരിച്ച് പറയുന്നുണ്ട്. രോഹിത്തിന് ഇങ്ങനെ ചെറിയൊരു എന്തോ ഒരു സംശയം ഇല്ലാതില്ല നമ്മുടെ രോഹിത്തൊന്നും, രോഹിത്തിൽ എന്തൊക്കെയോ ഒന്ന് ഒളിഞ്ഞു കിടപ്പുണ്ട്, അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സമയത്ത് ബാലചന്ദ്രൻ ഡോക്ടറോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് ഡിസ്ചാർജ് അനുവദിക്കണം, എനിക്കിവിടെ നിന്നാൽ ശരിയാവില്ല, എനിക്കിവിടെ നിന്നാൽ എന്റെ ആരോഗ്യനില കൂടുതൽ മോശമാവുകയുള്ളൂ, എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക്, നിങ്ങളുടെ ആരോഗ്യനില മോശമാണോ അല്ലയോ എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, ഒരു പേഷ്യന്റ് ആരോഗ്യനില മോശമാണോ എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം, എനിക്ക് പറ്റില്ല ഡോക്ടറെ, എനിക്ക് ഡിസ്ചാർജ് തന്നെ വേണമെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഡിസ്ചാർജ് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, ഒരാളെ ഒരിക്കലും നിർബന്ധിച്ചൊരു ഹോസ്പിറ്റലിൽ നിർത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല, വേണമെങ്കിൽ തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇതിന്റെ ബാക്കിയൊന്നും പറയാൻ പറ്റത്തില്ല, മാത്രമല്ല ഇനിയിപ്പോ എന്തെങ്കിലും അസുഖം വന്നാൽ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ, ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ എടുക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ചുണ്ട്. ഏതായാലും നമ്മുടെ ബാലചന്ദ്രനും വെളിയിൽ ഇറങ്ങുക തന്നെയാണ്, ഡിസ്ചാർജ് ആയി വെളിയിൽ ഇറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. ബാലചന്ദ്രനും ശിവനും രാജീവനും ഒക്കെ ചേർന്ന് തന്നെയാണ് ഇവരുടെ കേസിൽ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കാനൊക്കെ നോക്കുന്നത്. പക്ഷെ നടക്കത്തില്ല കേട്ടോ. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുത്, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.